ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇതാ നമുക്കൊരു കടുകപ്പാരയാണ്. നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. അതിനാവശ്യമായ കാശ്മീരി മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്. ഇനി നമുക്ക് മസാല പുരട്ടാം. ഇനി നമുക്ക് മീനിലേക്ക് മസാല പുരട്ടാം. അങ്ങനെ ഇതാ നമ്മുടെ മീനിൽ മസാല ഒക്കെ പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാ നമ്മുടെ മീൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷിനെ വെച്ചെടുക്കാം. ഗൈസ്, ഇതാ നമ്മുടെ ഫിഷ് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മറ്റൊരു പാനിൽ ഇത് പൊള്ളിച്ചെടുക്കാനുള്ള മസാല തയ്യാറാക്കാം. ഇതാ ഗൈസ്, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാള ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ സ്പെഷ്യൽ സാധനമായിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി വരുന്നതാണ്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാണ്. ഇതിനുള്ള ഉപ്പ്. സവാളൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ കാശ്മീരി മുളകാണ്, 2 ടീസ്പൂൺ കാശ്മീരി മുളക്, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. മസാല ഒന്ന് നന്നായിട്ട് തിക്കായി വെന്ത് എടുക്കാം. ഗൈസ്, ഇതാ നമ്മുടെ അതിലൊക്കെ വട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല വെച്ച് കൊടുക്കാം. 2 കരിവേപ്പിൻ്റെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. ഫിഷ് വയ്ക്കുന്ന നമുക്ക് നമ്മുടെ മീൻ വെച്ച് ഇനി ബാക്കി മസാല മീനിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും ഒരു കരിവേപ്പില വെച്ചു. ഈ മസാല നമ്മൾ കൊടുക്കുന്നു. ഗൈസ്, ഇതാ മീൻ മസാല കൊണ്ട് മൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കെട്ടിയിട്ട് പൊളിച്ചെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് ഇറക്കി വയ്ക്കാം. നന്നായി പൊള്ളിച്ച് വരട്ടെ. ഇതാ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് നോക്കാം. മസാല ഒക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ട്. നമ്മളിതാ മീൻ നല്ല ചൂടുണ്ട്. നമ്മുടെ കരിവേപ്പിൻ്റെ ഇല നമുക്കിങ്ങനെ മാറ്റി വെച്ചിട്ട് നല്ല ചൂടാണ് ഗൈസ്. അപ്പോൾ നമുക്കൊരു കഷ്ണം ചൂടാണ്, നല്ല ചൂടാണ്. മീനിതങ്ങനെ പൊളിച്ചെടുത്ത് അതിൻ്റെ കുറച്ച് മസാലയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഗൈസ്, ഒന്നും പറയാനില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം.